Okay, so speaking about trial, again, trial is read as a spot on critic of totalitarian governments such as Joseph Stalin's Soviet Union or Nazi Germany, where civil rights were suspended and individuals persecuted on the barest suggestion of civil disobedience. Okay, so trial ഒരു ആക്ച്വലി ഒരു വാട്ട് ടു സേ നാസി ജർമ്മനിനെയും അതേപോലെ സ്റ്റാലിൻ്റെ സോവിയറ്റ് യൂണിയനെയും എതിരെയൊക്കെയുള്ള ഒരു ചെറിയ ഒരു തരത്തിലുള്ള ഒരു റിവെഞ്ച് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. ആൻഡ് ബിക്കോസ് ഈ ഒരു ഇൻ ദിസ് നോവൽ യു കുഡ് സീ ദാറ്റ് ജോസഫ് കെ ദ പ്രൊട്ടഗണിസ്റ്റ് ഇസ് ബീൻ അറസ്റ്റഡ് വിതൗട്ട് എനി റീസൺ. സോ ആ ഒരു ടൈമിൽ ഒരുപാട് ഇന്നസെൻ്റ് ആയിട്ടുള്ള ആളുകൾ, സാധാരണക്കാർ, ദേ വർ അറസ്റ്റഡ് ആൻഡ് പെർസിക്യൂട്ടഡ്. ഓക്കെ, സോ സിമിലർലി ഇൻ ദിസ് നോവൽ ഓൾസോ യു കുഡ് സീ ദ സെയിം. ആൻഡ് again it is a political critic but a religious allegory about man's relationship to divine will. Okay, നിങ്ങളുടെ you could see many biblical parables including naturally the parable of the law in the penultimate chapter of the trial. അപ്പോൾ ഈ ഒരു ട്രയൽ എന്ന് പറഞ്ഞിട്ടുള്ള നോവൽ what you can see is that ഒരുപാട് biblical elementsഉം കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്കുള്ള ഒരു നോവലാണ് ട്രയൽ. ഓക്കെ, ആൻഡ് okay, again it comes under deconstructionist philosophy of Jacques Derrida. Derrida deconstructionist philosophyയിൽ വരുന്ന ഒരു നോവലാണ് ദി ട്രയൽ. ആൻഡ് അഗെയിൻ so it also the trial comes to us via an actual death, the early death of Kafka himself. Kafka had asked his friend Max Brod to destroy all his unpublished novels, including the trial, but Brod just couldn't bring himself to fulfill his friend's last wish. Okay, so ഈ ഒരു മാക്സ് ബ്രോഡിന് ട്രയൽ സെൻഡ് ചെയ്തു എന്ന് ഞാൻ പറഞ്ഞില്ലേ, കൊടുത്തായിട്ടുണ്ടായിരുന്നു. പക്ഷേ what happened is that he doesn't want his unpublished novel to be published. John Kafka. So actually it may be a what to say coincidence. അതായത് ഇതിലുള്ള ജോസഫ് കെ ഒരുപാട് ഏർലി ഡെത്ത് ഉണ്ടാവുന്ന ഒരാളാണ്. സോ സിമിലർലി ജോൺ കഫ്ക ഓൾസോ വാസ് ഡെഡ് ആൻഡ് he doesn't want this trial to be published. Okay, so now moving on to the summary of the trial. Okay, the trial novel opens with Joseph K's sudden arrest in his room at his lodging house on the morning of his birthday. Two guards inform him that he is under arrest, but they don't tell him on what charges nor do they know what the charges are. So ഈ ഒരു 30th ബർത്ത്ഡേയുടെ സമയത്താണ് ഈ നോവൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ജോസഫ് കെ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മളെ പ്രൊട്ടഗണിസ്റ്റ് ഇസ് ബീങ് അറസ്റ്റഡ് ഇൻ ഹിസ് റൂം ഓൺ ദ മോർണിംഗ് ഓഫ് ഹിസ് ബർത്ത്ഡേ. ഓക്കെ, 2 ഗാർഡ്സ് വന്ന് ആളെ അറസ്റ്റ് ചെയ്യാണ്. പക്ഷേ ജോസഫ് കെ ഹി വോണ്ട് ടു നോ വൈ ഹി വാസ് ബീങ് അറസ്റ്റഡ്, ബട്ട് nor Joseph K or the guards know what the charges are. Okay, എന്താണ് ചാർജസ് എന്ന് രണ്ടുപേർക്കും അറിയില്ല. ആൻഡ് നെക്സ്റ്റ് ഡോർ കെ അവിടെ നിന്ന് നെക്സ്റ്റ് റൂമിലേക്ക് കൊണ്ടുപോവുകയാണ്. സോ അവിടെയാണ് ഫ്രൗലിൻ ബോസ്നർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ താമസിക്കുന്നത്. പക്ഷേ ടു ഹിസ് ലക്ക് ഓർ ടു ഹിസ് എക്സ്റ്റർണിഷ്മെൻറ്റ് ഹി വാസ് നോട്ട് ദർ. സോ അവിടെ ഒരു ഇൻട്രോഗേഷൻ നടക്കുകയാണ്, ഇൻസ്പെക്ടറുമായിട്ട് ഒരു ഇൻട്രോഗേഷൻ നടക്കുകയാണ് നമ്മളുടെ ജോസഫ് കെയുമായിട്ട്. ആൻഡ് ഇൻസ്പെക്ടർ ഇൻഫോംസ് കെ ദാറ്റ് ഹീ ഈസ് അണ്ടർ അറസ്റ്റ് ബട്ട് ഇസ് ഫ്രീ ടു ഗോ ടു വർക്ക് അറ്റ് ഹിസ് ബാങ്ക് ആൻഡ് അതർവൈസ് ലിവ് ലൈഫ് ആസ് യൂഷ്വൽ. അപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്, ജോസഫ് കെ ഈസ് അണ്ടർ അറസ്റ്റ്. പക്ഷേ ആൾക്ക് എന്ത് ചെയ്യാം, ഒരു നോർമൽ ലൈഫ് ലീഡ് ചെയ്യാം. ഓക്കെ, സോ ആൾക്ക് വേണമെങ്കിൽ എന്താ പറയുക, ബാങ്കിലാണ് ആൾ ജോസഫ് കേസ് bank official, so he can go to bank for his work and he can live life as usual. പക്ഷെ എന്താണ്, അറസ്റ്റിലാണ്. ഇതാരാണ് പറയുന്നത്, ഇൻസ്പെക്ടറാണ് പറയുന്നത്. സോ ആഫ്റ്റർ വർക്ക് കെ റിട്ടേൺസ് ബാക്ക് ടു ഹിസ് ലോഡ്ജിങ്സ്. ഹി അപ്പോളജൈസ് ടു ഹിസ് ലാൻഡ് ലേഡി ഫോർ ദ ഇൻകൺവീനിയൻസ് ഓഫ് ഹിസ് അറസ്റ്റ് ദാറ്റ് മോർണിംഗ്, ബട്ട് ഹിസ് ലാൻഡ് ലേഡി ഡസൻറ്റ് സീം ടു മൈൻഡ്. അപ്പോൾ അവിടെയുള്ള ലാൻഡ് ലേഡി അതല്ലെങ്കിൽ ആ ഒരു ഹൗസിൻ്റെ ഓണറോട് പോയിട്ട് സോറി പറയാണ് ഫോർ മേക്കിംഗ് സോ മച്ച് ഇൻകൺവീനിയൻസസ് ഇൻ ദ മോർണിംഗ്. അപ്പോൾ ആ ഒരു മോർണിംഗിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. സോ ആ ഒരു കാര്യത്തിനൊക്കെ എന്ത് ചെയ്യാണ്, sorry പറയാണ്. ആൻഡ് ഹി ദെൻ വെയിറ്റ്സ് ഫോർ ഫ്രോളിൻ ബുസ്നർ ഇൻ ഓർഡർ ടു അപ്പോളജൈസ് ഫോർ ദ ഡിസ്റപ്ഷൻ ടു ഹർ റൂം ദാറ്റ് മോർണിംഗ്. സോ ഫ്രോളിൻ ബുസ്നറിനെ പിന്നെയും എന്താണ് സോറി പറയാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്, ആ ഒരു റൂം ആൾ യൂസ് ചെയ്തത് കൊണ്ട് മാത്രം. ഓക്കെ, സോ
ഈ ബുസ്നർ ആദ്യം ഒന്ന് സ്റ്റാറ്റിൽഡ് ആവും കെയുടെ എക്സ്പ്ലനേഷൻ പക്ഷെ പിന്നീട് ആളുടെ ഓക്കെ എന്തൊക്കെയാണ് ഈ ഒരു റൂമിൽ നടന്നത് എന്ന് മിസ് ബുസ്നർ എന്ത് ചെയ്യാണ്, ഫ്രോളിൻ ബുസ്നർ തന്നെയാണ് കേട്ടോ മിസ് ബുസ്നർ. സോ ബുസ്നർ പറയാൻ വേണ്ടിയിട്ട് ഓക്കെ നിങ്ങൾക്ക് പറയാമെന്നുള്ള രീതിയിൽ അവർ സമ്മതിക്കുകയാണ്. ഓക്കെ, സോ okay. Now, K's theatrics awaken the landlady's nephew who is sleeping in the living room. Fräulein Bussner begs K to leave, but before he does, he embraces Fräulein Bussner. So, ഈ ഒരു എന്താ പറയുക നെഫ്യൂ ഉണ്ട് അവിടെ. ആ നെഫ്യൂ ഉറങ്ങുന്ന സമയത്താണ് ആര് വരുന്നത്, നമ്മളുടെ കെ വരുന്നത്, ജോസഫ് കെ വരുന്നത്. സോ ജോസഫ് കെനോട് ലീവ് ചെയ്യാൻ പറയുന്നുണ്ട്. ജോസഫ് കെ ഒരുപാട് ഇതാവും, പക്ഷെ ലീവ് ചെയ്യാൻ പറയുന്നുണ്ടെങ്കിലും ലീവ് ചെയ്യാതെ ആളെ എംബ്രേസ് ചെയ്യാണ് ആര്, ഫ്രോളിൻ ബുസ്നർ. ഓക്കെ, ഫ്രോളിൻ ബുസ്നറെ ആര് എംബ്രേസ് ചെയ്യാണ്, കെ എംബ്രേസ് ചെയ്യാണ്. Now K is told that an inquiry into his arrest will be held the following Sunday. When he arrives at the court's address, he is puzzled by the fact that the court seems to be located in an apartment building in an impoverished neighborhood. Okay, സോ ഇനി അടുത്ത ഫോളോയിങ് സൺഡേ ഒരു ഇൻക്വയറി ഉണ്ട് ഈ അറസ്റ്റിൻ്റെ ബേസിസിലെന്ന് പറയും. ആൻഡ് അവിടുത്തെ കോർട്ട് അഡ്രസ്സിൽ എത്തുന്ന സമയത്ത് വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് കെ ഈസ് പസിൽഡ് ബൈ ദ ഫാക്ട് ദാറ്റ് കോർട്ട് സീംസ് ടു ബി ലൊക്കേറ്റഡ് ഇൻ അപ്പാർട്ട്മെൻറ്റ് ബിൽഡിംഗ് ഇൻ എൻ ഇംപവറിഷ്ഡ് നൈബർഹുഡ്. അപ്പോൾ അടുത്തുള്ളൊരു ചേരി പോലത്തെ ഒരു അധികം വെൽ സോഫിസ്റ്റിക്കേറ്റഡ് അല്ലാത്തൊരു സ്ഥലത്താണ് ഈ ഒരു ഇൻക്വയറിയുടെ കോർട്ട് എന്ത് ചെയ്തിട്ടുള്ളത്, അവിടെ നിൽക്കുന്നുള്ളത്. ഓക്കെ, സിൻസ് ഹി വാസൻ ഗിവൺ എ പ്രിസൈസ് അഡ്രസ്, കെ വാണ്ടേഴ്സ് ത്രൂ ദ അപ്പാർട്ട്മെൻറ്റ് ബിൽഡിംഗ്സ് അണ്ടിൽ ഹി കംസ് അപ്പോൺ എ വാഷർ വുമൻ ഹു ലെറ്റ്സ് ഹിം ഇൻ ടു ദ കോർട്ട് വിച്ച് ഇസ് കൺവീൻഡ് ഇൻ എ ലാർജ് ക്രാംപ്ഡ് ഹാൾ. സോ ഈ ഒരു എന്താ പറയുക അഡ്രസ്സ് അത്രയും ശരിയല്ലാത്തൊരു അഡ്രസ്സായിരുന്നു ജോസഫ് കെക്ക് കൊടുത്തിരുന്നത്. ഇൻക്വയറിയുടെ സമയത്തുള്ള അഡ്രസ്സ് എന്തായിരുന്നു, അത്ര നല്ല രീതിയിലുള്ളൊരു അഡ്രസ്സ് അല്ലായിരുന്നു. സോ വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് ഒരുപാട് റൂമുകൾ കയറി ഇറങ്ങുന്നുണ്ട് ജോസഫ് കെ. ഒരുപാട് റൂമുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് റൂമുകൾ. സോ ഈ റൂമുകളൊക്കെ കയറി ഇറങ്ങുമ്പോൾ പലരെയും കാണുന്നുണ്ട്, പല രീതിയിലുള്ള കുറേ ബുക്സ് ഉള്ള സ്ഥലങ്ങൾ കാണുന്നുണ്ട്, കുറേ ഒരുപാട് പൊടിപടലങ്ങൾ പിടിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കാണുന്നുണ്ട് ജോസഫ് കെ. സോ അങ്ങനത്തെ ഒക്കെ ഒരു സ്ഥലത്ത് നിന്നാണ് പിന്നീട് ജോസഫ് കെ എങ്ങോട്ട് പോകുന്നത്, ജോസഫ് കെയുടെ ഈ ഒരു ട്രയൽ റൂമിലേക്ക് പോകുന്നത്. സോ ഈ ഒരു വാഷർ വുമണെയാണ് കണ്ടുമുട്ടുന്നത്. വാഷർ വുമൺ ആണ് ലീഡ് ചെയ്യുന്നത്. വാഷർ വുമൺ പറയാണ്, ഇവിടെയല്ല, നിങ്ങളുടേത് ഈ റൂം കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഈ ഒരു വാഷർ വുമൺ ആണ് ആരെ കൊണ്ടുപോകുന്നത്, ജോസഫ് കെനെ കൊണ്ടുപോകുന്നത്. ഓക്കെ.